കുന്നിക്കോട് പത്തനാപുരം പാതയിൽ ആവണീശ്വരത്താണ് കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഗണ്ണർ സജീവ് ഗോപാലപിള്ളയുടെ സ്മൃതി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. സ്മൃതി മണ്ഡപത്തിന്റെ എതിർവശത്തായി അദ്ദേഹത്തിന്റെ ത്യാഗോജ്വലമായ ജീവിതവും ഓർമ്മകളും വരും തലമുറകൾക്കും പകരാനായി യാത്രക്കാർക്കായുള്ള ഒരു വിശ്രമ കേന്ദ്രവും പണി കഴിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തിനായി നിലകൊണ്ട അദ്ദേഹത്തിനെ പോലെ തന്നെ ആ വിശ്രമ കേന്ദ്രവും ജനങ്ങൾക്കായി തണൽ നൽകുകയാണ്. എന്നാൽ രാജ്യത്തിന്റെ ധീര പോരാളിയുടെ പേരിലുള്ള ആ വിശ്രമ കേന്ദ്രം ആകെ വിവിധ പാർട്ടികളുടെയും സിനിമകളുടെയും പോസ്റ്റർ പതിപ്പിക്കാനുള്ള സ്ഥലം കൂടിയായി മാറിയിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. കാർഗിൽ വിജയ ദിവസിന്റെ 26ാം വാർഷികത്തിന്റെ ഭാഗമായി ഗർഗർ ശൗര്യ സമ്മാന്റെ ഭാഗമായി ആദരവ് അർപ്പിക്കാനായി ഇന്ത്യൻ ആർമി കാർഗിൽ സെക്ടറിൽ നിന്ന് സൈനികർ എത്തിയപ്പോഴാണ് വിശ്രമ കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടത്. നാടിനായി കാവൽ നിന്ന വീരമൃത്യു വരിച്ച ധീരനായ പട്ടാളക്കാരനെ അപമാനിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള വിശ്രമ കേന്ദ്രത്തിലുള്ള അവസ്ഥയെന്ന് വിലയിരുത്തലുകൾ ഉയർന്നു. ഈ കാര്യം പഞ്ചായത്ത് അധികൃതരുടെ മുൻപാകെ വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. പറയുകയാണ്, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. ആ പ്രസിഡന്റിന്റെ അറിവിലേക്ക് പറയുകയാണ്, നമ്മുടെ സജീവ് ഗോപാലപിള്ളയുടെ സ്മാരകം നമ്മുടെ റോഡ് സൈഡിലുണ്ട്. അതിനോട് ചേർന്ന് എതിർവശത്ത് ഒരു വിശ്രമ കേന്ദ്രമുണ്ട്, വെയിറ്റിംഗ് ഷെഡ്. നമുക്കറിയാം, നമ്മുടെ ഈ ഏരിയയിൽ ഈ കാലത്ത് ഒരു വെയിറ്റിംഗ് ഷെഡ് പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. ആ വെയിറ്റിംഗ് ഷെഡ് ഒരു ശോചനീയാവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ വന്നപ്പം കാണാൻ കഴിഞ്ഞത്. ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുത്ത് ആ വെയിറ്റിംഗ് ഷെഡ് മെയിൻ്റനൻസ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ ചെയ്യുക. അല്ല, പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ തലൂർ കൂട്ടായ്മയുണ്ട്, അല്ലെങ്കിൽ QMS കൊയിലോട്ട് മല്ലൂർ സോൾജേഴ്സിന്റെ കൂട്ടായ്മയുണ്ട്. അവരുടെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അത് നേരിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു അപേക്ഷയാണ്. ഇതിന്റെ മറ്റൊന്നും കൊണ്ടല്ല, ആ ശോചനീയാവസ്ഥ കണ്ടതിന്റെ പേരിൽ പറയുകയാണ്. അപ്പൊ നമ്മുടെ നാടിന് അഭിമാനമാണ് കാർഗിൽ സജീവ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളെ എല്ലാ വർഷവും പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഞാൻ ടീച്ചറിന്റെ അടുത്ത് പറയുമായിരുന്നു, എത്രയും പെട്ടെന്ന് കാർഗിൽ സജീവൻ സാറിന്റെ ആ ഒരു ബസ് സ്റ്റാൻഡ് എത്രയും പെട്ടെന്ന് നമ്മൾ ക്ലീൻ ചെയ്യും. ഞങ്ങളുടെയും കൂടെ ഒരു ഹെൽപ്പ് ഉണ്ടായിരിക്കും, അത് നിങ്ങൾ അനുവദിക്കണം എന്നുള്ള കാര്യമൊന്ന് പറയുകയാണ്. അപ്പൊ ഇവിടെ സൈനികർ കൂട്ടായ്മ ഒരു വിവരം പറഞ്ഞു, ഇവിടെ വേരിയേഷൻ വിഷയം പറഞ്ഞു. ഇപ്പോൾ നടുവിന് സ്കൂളിനെ സംബന്ധിച്ച് അവിടെ സജീവിന്റെ ഒരു ഫോട്ടോ മാത്രമാണ് നിലവിലുള്ളത്. സജീവ് ഞങ്ങളെല്ലാം ഒരുമിച്ച് പഠിച്ച സ്കൂളാണ്. ഇപ്പോൾ തലൂർ പഞ്ചായത്തിൽ നിന്ന് 25 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ഒരു കാർഗിൽ ഗേറ്റും സ്കൂളിന്റെ ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കുന്ന ഫണ്ടാണ് അനുവദിച്ചിരിക്കുന്നത്. കാർഗിൽ ഗേറ്റ് അതിന്റെ എസ്റ്റിമേറ്റൊക്കെ ആയി, ഏതാണ്ട് ഉടനെ തന്നെ അതിന്റെ നിർമ്മാണം പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അപ്പോൾ അതിന്റെ കൂടെ തന്നെ ആ വേരി ഷെഡും സൂര്യണ്ടല്ലോ അത് ചെയ്യാനുള്ള എസ്റ്റിമേറ്റ് തുക അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തന്നെയല്ല, ഈ നമ്മൾ എത്ര പരസ്യം പതിക്കുന്ന വെച്ചാലും ഈ പോസ്റ്ററുകൾ ഈ വ്യാപകമായി ഒട്ടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതാണ് എന്റെ വിഷയം. ഒരു പോസ്റ്റർ ഒട്ടിച്ചെന്ന് ഒട്ടിക്കും, നമ്മൾ പരസ്യം പതിക്കരുത്. കാര്യം ഒരു സൈനികന്റെ ആദരവിന് വെച്ച ഒരു ഇതാണെന്ന് പോലും ഈ പരസ്യക്കാർക്ക് രാത്രി കൊണ്ടുവരുമ്പോൾ അറിയത്തില്ല. അപ്പോൾ അവർ ആ പരസ്യം ഒട്ടിക്കുന്നതാണ് ആ ഭിത്തിയെല്ലാം ഒരുപാട്. തന്നെയല്ല, ഇവിടെ കുട്ടികളുടെ നേരത്തിൽ ഈ വീട്ടിൽ നിന്ന് തന്നെ അതിന്റെ മെയിൻ്റെനൻസ് ചെയ്യാറുണ്ട്. എല്ലാ വർഷവും പെയിന്റ് അടിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം പെയിന്റ് അടിച്ച് എല്ലാം എഴുതിയത്. പക്ഷെ ഇതാണ് അതിന്റെ പ്രശ്നം. അത് ഈ വർഷം പരിഹരിക്കും. ഈ നമ്മുടെ സജീവിന്റെ പേരിലുള്ള ആ സ്കൂൾ ഗേറ്റും നമ്മുടെ ഇടയിലൂർ ആവണിച്ചരം കൊണ്ട് LPS അതിന്റെ ഒരു ഗേറ്റും അതുപോലെ തന്നെ ഓഡിറ്റോറിയം സജീവിന്റെ പേരിൽ തന്നെ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഈ പ്രശ്നം ഉടൻ പരിഹരിക്കാമെന്നും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ ഉറപ്പു നൽകുകയും ചെയ്തു. വെയിറ്റിംഗ് ഷെഡ് നവീകരിക്കാനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മയും APPM VHS സ്കൂളിലെ കുട്ടികളും സ്കൂൾ അധികൃതരും പറഞ്ഞു. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.